യുവ സാഹിത്യോത്സവം യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ജനത്തിരക്കേറുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംവാദങ്ങളിലും പങ്കെടുക്കാനായി നിരവധി പേരാണ് ഫോർട്ട് കൊച്ചിയിലെ വേദികളിലേക്ക് ഒഴുകിയെത്തുന്നത്. റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സാഹിത്യം, കല, സിനിമ, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, കായികം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള വിഷയങ്ങളിലാണ് ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നത്. As long as there are readers groaning in many languages. Now we met writers groaning in English. The thing is, if you're a translator in any language, you wild writers there, which like the rest of the country doesn't seem able to produce. At least not with this like great crop of them across the landscape. It is entire. I was also on the jury in the very first. രണ്ടാം ദിവസം ചർച്ചകളിൽ പങ്കെടുത്തത് പി സായിനാഥ്, ജെറി പിന്റോ, വിവേക് ഷാൻബാഗ്, അനു പാപ്പച്ചൻ എന്നിവരാണ്. ഈ ഫെസ്റ്റിവൽ ഒരു സാംസ്കാരിക പ്രതിരോധം കൂടിയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന രാജ്യത്ത് അഭിപ്രായം പറയുന്നതിനും നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമൊക്കെ വിലക്ക് ഏർപ്പെടുത്തി ഏകശിലാത്മകമായ ഒരു രൂപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ്, ഒരു സാംസ്കാരിക പ്രതിരോധം കൂടി തന്നെയാണ് ഞങ്ങളുടെ ഈ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വ്യത്യസ്ത ധാരകളിലുള്ളവരെ, വ്യത്യസ്ത ആശയങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അഭിപ്രായങ്ങളോടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നവർക്കൊക്കെ എതിരെയുള്ള ഒരു താക്കീത് തന്നെയാണിത്. ഇവിടെ തീർച്ചയായിട്ടും മാനവികത ഉയർത്തിപ്പിടിച്ച്, മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച്, മതനിരപേക്ഷത മുന്നോട്ട് വെക്കുന്ന ഒരു സാംസ്കാരികോത്സവമായിട്ട് തന്നെയാണ് ഇത് മാറുന്നത്. 12-ാം തീയതി വരെയുള്ള ഈ വിവിധ സെഷനുകളിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു പുതിയ യുവജനങ്ങൾക്കിടയിലെ ഒരു പുതിയ ഇടപെടലായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 3 വേദികളിൽ സംവാദങ്ങൾ നടക്കുമ്പോൾ 4-ാം വേദിയിലെ കലാപരിപാടികൾ ഫെസ്റ്റിവലിന്റെ മാറ്റുകൂട്ടുന്നു. പരിപാടിയിലേക്ക് എത്തുന്നവരുടെയൊക്കെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് വേദി 1 കടവിന് സമീപമായി ഒരുക്കിയ ബുക്ക് സ്റ്റാൾ. യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 1-ാം എഡിഷൻ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിൽ 70% പേരും യുവാക്കളായിരുന്നു. ഈ ആത്മവിശ്വാസത്തിൽ 2-ാം എഡിഷനിലേക്ക് കടന്നപ്പോൾ ആദ്യ 2 ദിവസങ്ങളിൽ തന്നെ ഫെസ്റ്റിവൽ വലിയ വിജയമായി. കൈരളി ന്യൂസ്, കൊച്ചി.